ഞാനൊന്നൊരു വീഡിയോ കണ്ടത് അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ളതാണ്. അമ്മായിയമ്മേനെ മരുമോൾ വല്ലാണ്ട് നോക്കുന്നുണ്ട്, നല്ലോണം സ്നേഹിച്ച് നോക്കുന്നുണ്ട്. അമ്മായിയമ്മയ്ക്ക് മെൻ്റലാണ്. ഏറെക്കുറെ മരുമോളെ അറിഞ്ഞ് വരുന്നുണ്ട് മരുമോളാണെന്നുള്ളത്. മരുമോളെ ഭയങ്കര സ്നേഹം, എപ്പോഴും നോക്കിയിരിക്കും. അവർ വീട്ടിൽ കിടക്കില്ല, പുറത്തേ കിടക്കുള്ളൂ, അങ്ങനത്തെയൊക്കെ ഒരു സ്റ്റേജാണ്. അപ്പോൾ ഇവർ എന്താണെന്നറിയോ, റീച്ചിന് വേണ്ടിയിട്ട് ഇവർ അമ്മായിയമ്മയെ വെറുതെ റീച്ചിനും കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മായിയമ്മേനെ വെറുതെ പ്രകോപിപ്പിക്കും, അതായത് ദേഷ്യം പിടിപ്പിക്കും. എന്നിട്ട് അവസാനം സത്യമാണെന്ന് അറിയിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തേൽ ഞാൻ കണ്ടത്, അവരോട് പറയണം ഇന്ന് ഫുഡില്ല, ഫുഡിന് അവർക്ക് മീൻ വേണം, ഇന്ന് നോൺ വെജ് ഇല്ല എന്ന് പറയണം. അവർക്ക് ദേഷ്യം പിടിക്കുന്നു പറയുമ്പോൾ. കറിയില്ലാണ്ട് അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കും, കറിയില്ലാണ്ട് അങ്ങനെ കഴിക്കും എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവരെ നോർമലായ ഒരാൾക്കാരോട് നമ്മളങ്ങനെ കാണിക്കാം. നിങ്ങൾ അമ്മയമ്മമാരോടായാലും ആരോടായാലും കാണിക്കാം. ഇങ്ങനെയൊക്കെയുള്ളവരോട് അങ്ങനെ കാണിക്കാൻ പാടില്ല. അവരോട് എപ്പോഴും നമ്മൾ ഇങ്ങനെ കുട്ടികളെ പോലെ നമ്മൾ സ്നേഹിക്കണം. തരാട്ടാ, നല്ല കറി വെച്ചിട്ടുണ്ടേ, കറി ആക്കി തരുവേ, ഇങ്ങനെ വേണം നിങ്ങൾ പറയാനായിട്ട്. ഞാനത് കമൻറ്റ് സെക്ഷനിൽ അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിങ്ങനെ വേണം ചെയ്യാൻ, നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ്. അവർ കയറി വരാൻ, അവർ ഓക്കെ ആയി വരാൻ ശ്രമിക്കും. കാരണം ഇവളുടെ സ്നേഹം കാരണം അവർ കയറി വരികയാണ്, ഓക്കെ ആയി വരികയാണ്. അപ്പോൾ ഇവൾ അടിയിൽ കൂടെ തളർത്തിക്കൊണ്ടിരിക്കുക. അവളുടെ അറിവില്ലായ്മയാണ്, തളർത്തുകയാണ്, അവരുടെ ദേഷ്യം കൂട്ടുകയാണ്. അപ്പോൾ അവരുടെ പേരക്കുട്ടീനെ, അതായത് അവളുടെ കുട്ടീനെ തള്ളിയിടുകയാണ്. ആ കുട്ടിയെ ഇഷ്ടമല്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. അതെന്തെങ്കിലും ചിലപ്പോൾ അവരുടെ അസുഖത്തിന് ശേഷം വന്ന കുട്ടിയാണ്. അപ്പോൾ അവർക്ക് ആ കുട്ടിയെ അറിയില്ല, അങ്ങനെ ആയിരിക്കണം. അവരുടെ അസുഖത്തിന് മുന്നേ ആദ്യത്തെ കുട്ടിയുണ്ട്, 2 കുട്ടികളുണ്ട് ആ പെണ്ണുങ്ങൾക്ക്. അപ്പോൾ നമ്മളെങ്ങോട്ടാണ് പെണ്ണുങ്ങളെന്നൊക്കെ പറയുന്നത് കേട്ടോ. അത് പല ആൾക്കാർക്ക് എങ്ങനെ എടുക്കുമെന്നറിയാം. ഒരു ലേഡിക്ക് വയസ്സായ അമ്മ വേറെ, മോൻ്റെ കുട്ടിക്ക് ആദ്യത്തെ കുട്ടിയെ എനിക്ക് തോന്നുന്നു അവർക്ക് അറിയുള്ളൂ. അസുഖമായതിന് ശേഷമായിരിക്കാം ആ പെങ്കൊച്ചുണ്ടായതുകൊണ്ട് ആ പെങ്കൊച്ചിന് ഇഷ്ടമല്ല, എപ്പോഴും അതിനെ ഉപദ്രവിക്കും. ഒന്ന് സ്നേഹിച്ച് വരുമ്പോഴേക്കും ഇങ്ങനെ കാണിക്കുമ്പോൾ വീണ്ടും അവർ പഴയ സ്റ്റേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങളെ വീട്ടിലൊക്കെ അങ്ങനെ മെൻ്റലും ഡിപ്രഷൻ ഡിസോർഡറൊക്കെ ഉള്ളവരുടെ, മെൻ്റൽ ഹെൽത്ത് അല്ലാത്ത എല്ലാവരെയും ദേഷ്യം പിടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അവരെ ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യുക ചെയ്യേണ്ടത്. സ്നേഹിക്കുക, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുക, ചെറിയ ചെറിയ ഹോബികളിലൊക്കെ ഏർപ്പെടുത്തുക അവരെ. ചെടി നനയ്ക്കാൻ എന്ന് വെച്ചാൽ ഇവർ കണ്ടിന്യൂ ചിലപ്പോൾ ചെടി നനച്ചുകളാതെ ശ്രദ്ധിക്കണം. പിന്നെ പെറ്റ്സിനെയൊക്കെ കൊടുക്കാൻ പറയും. ചിലപ്പോൾ അലർജി ഉള്ളവർക്ക് പെറ്റ്സ് നല്ലതല്ല കേട്ടോ. പെറ്റ്സിനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെറ്റ്സിന് കൊടുക്കേണ്ട ഫുഡ് ഇതെല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെ കുറേ മെത്തേഡുണ്ട്. പക്ഷേങ്കിൽ ഇങ്ങനെ ഉള്ളവരെ കൈ പിടിക്കാനായിട്ട് ഒരാൾ ബാക്കെന്ന് വേണം, അല്ലാണ്ട് സ്വന്തമായിട്ട് അവർക്ക് റിക്കവർ ചെയ്ത് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെ ചുറ്റിനുള്ളവരായാലും ശരി, നമ്മളെ കൂട്ടത്തിലുള്ളവരായാലും ശരി, തളർത്തുകയല്ല ചെയ്യേണ്ടത്. ചിലർ മനഃപൂർവ്വം കേട്ടോ, അവളെ തളർത്തും, അവൾ തളരട്ടെ അവിടെ ഇരുന്നാണ്. അപ്പോൾ കുറച്ചെങ്കിലും റിക്കവറി, ഞാൻ ഓക്കെ ആണെന്ന് തോന്നി തുടങ്ങുമ്പോൾ നിങ്ങൾ സ്വയം റിക്കവറി ആവാൻ ശ്രമിക്കുക. പിന്നെ ഒരാൾക്ക് സ്വന്തമായിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമെന്നേ ഞാൻ പറയുള്ളൂ. ദൈവം ആ വ്യക്തിയിലുള്ളത് കൊണ്ട് മാത്രമായിരിക്കണം ആ വ്യക്തികൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു വരിക. സ്വന്തമായിട്ട് സ്വന്തം കൈ പിടിച്ച് മുന്നോട്ട് വരണമെങ്കിൽ എന്തായാലും ദൈവത്തിൻ്റെ കയ്യൊപ്പം അവിടെ ഉണ്ടാവണം എന്ന് ഞാൻ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ക്രൂരത ചെയ്യാണ്ടിരിക്കുക, നല്ലത് ചെയ്യുക. ഉപദ്രവിച്ചില്ലെങ്കിലും ഉപകാരം ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഉപദ്രവിക്കാണ്ടിരിക്കുക. ഒരാളെ തളർത്തുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക.